ഹലോ ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. മമ്മൂട്ടി ആരാധകർ അസ്വസ്ഥരാണ്. ടർബോയുടെ ട്രെയിലർ ഇറക്കി വിടാശാനെ വൈശാഖനോടുള്ള ആവശ്യം അതുതന്നെയാണ്. ഏറെയായിട്ട് ആളുകൾ കാത്തിരിക്കാൻ ഇതിൻ്റെ ട്രെയിലർ ഇറക്കി വിടാൻ വേണ്ടിയിട്ട്. ട്രെയിലറിൻ്റെ സെൻസറിങ് വരെ കഴിഞ്ഞ കാര്യം എല്ലാവർക്കും ഇപ്പോൾ അറിയാം. പക്ഷേ ട്രെയിലർ പുറത്തേക്ക് വരുന്നില്ല. ലഭ്യമായ വിവരങ്ങളനുസരിച്ചിട്ട് 20-ാം തീയതിക്ക് മുമ്പ് ഉണ്ടാകുമെന്നുള്ളത് മാത്രമാണ്. പക്ഷേ എന്നുള്ളത് ഇതുവരെ വന്നില്ല. പക്ഷേ നിരാശരാക്കുന്നില്ല മമ്മൂട്ടി കമ്പനി എന്നുള്ളത് എടുത്തു പറയാം. വേറൊന്നുമല്ല, ഓരോ പ്രേക്ഷകൻ്റെയും ആ മനസ്സിരിപ്പ് അല്ലെങ്കിൽ നെഞ്ചിടിപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഓരോരോ പോസ്റ്ററുകൾ ഇറക്കുന്നു. ഹൈപ്പ് പാരമ്യത്തിൽ എത്തിച്ചുകൊണ്ട് തന്നെ സിനിമ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസത്തിൽ ഒരു ഫൈറ്റ് സീക്വൻസിൻ്റെ മമ്മൂട്ടിയുടെ പോസ്റ്റർ വന്നു. ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ കത്തിക്കേറുന്ന ഒരു സംഭവമായി തന്നെ കരുതുന്നു. അതേപോലെ ഉള്ള ഒരു സീൻ സിനിമയിൽ ഉണ്ടെങ്കിൽ ഒന്നും പറയാനില്ല. ആ ഒരു നിമിഷം തിയേറ്റർ ഇളകി മറിയും എന്നുള്ളത് തന്നെ യാതൊരു സംശയവുമില്ല. ഓരോരോ ദിവസങ്ങളായിട്ട് സിനിമയുടെ ഓരോ അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് പോസ്റ്റർ രൂപത്തിൽ തന്നെയാണ് വരുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഓരോരുത്തരും പ്രതീക്ഷിക്കുകയാണ് ഈ വരുന്ന ശനി ഞായറിന് മുമ്പായിട്ട് ഇതിൻ്റെ ട്രെയിലർ പുറത്തേക്ക് വരും എന്നുള്ള. ടീസർ ഇല്ല എന്നുള്ളൊരു കാര്യം നേരത്തെ അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ട്രെയിലർ വരും എന്നുള്ളതാണ്. ഒരു പക്ഷേ ഹൈപ്പിൻ്റെ അങ്ങേ അറ്റത്തേക്ക് എത്തിക്കാൻ വേണ്ടി ട്രെയിലർ ഡിലേ ആകാനും ചാൻസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അഞ്ജന ആണ് ഇതിനകത്തിൽ നായികയായി എത്തുന്നത്. മമ്മൂട്ടിയും നിറഞ്ഞ ഈ പറഞ്ഞ പോലെ നിറഞ്ഞ ലെവലിലുള്ള പല ഭാഷകളിലുള്ള താരങ്ങളുമാണ് ഈ സിനിമയിൽ അണിനിരക്കുന്നത്. ഓരോ ഭാഷക്കാരനും അവരെ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള അവരുടെ താരങ്ങളെ കൂടി ഇറക്കി വിടുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, വേൾഡ് വൈഡായിട്ട് ഈ സിനിമ അമ്മാതിരി ഒരു തൂക്കമായിരിക്കുമെന്നുള്ളത്. എന്താണെങ്കിലും സിനിമ ഒരു പോസിറ്റീവ് അടിച്ചാൽ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഇത് മറ്റൊരു മാറ്റമായിരിക്കും. എല്ലാം കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേ മീഡിയാസ്.